ലോർഡ് ഡഫ്രിൻ. ലോർഡ് ഡഫ്രിൻ. സോ കാനിൻ മുതൽ റിപ്പൺ വരെ സെറ്റാണ്. ഈ ഡഫ്രിനും കൂടെ നമുക്ക് നോക്കാം. ഈ ഡഫ്രിന്റെ പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു. ബിക്കോസ് ഈ കാലഘട്ടത്തിലാണ് തേർഡ് ആംഗ്ലോ ബർമീസ് വാർ നടക്കുന്നത്. യെസ്, രമ്യ കറക്റ്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഈ പീരീഡിലാണ്. ഓക്കെ, നമുക്ക് ആംഗ്ലോ ബർമീസ് വാർ, മൂന്നാമത്തെ ആംഗ്ലോ ബർമീസ് വാർ എന്തുകൊണ്ടാണ് നടന്നതെന്ന് ജസ്റ്റ് നോക്കിയിട്ട് അങ്ങോട്ട് പോവാം. നിങ്ങൾ ശ്രദ്ധിക്കുക, PSC ഇപ്പം ചോദിക്കുന്ന ഒരു കീവേഡ് വരും. ആ കീവേഡ് എന്തുമായി ബന്ധപ്പെട്ടതെന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട കീവേഡ്സ് മനസ്സ് വെച്ച് വേണം പഠിക്കാൻ. ഓക്കെ, ഹിസ്റ്ററിയിൽ ഇവരിപ്പോ അങ്ങനെയാണ് ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, തേർഡ് ആംഗ്ലോ ബർമീസ് വാർ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം ഇൻഡോ ചൈന റീജിയൻസിൽ അവരുടെ ഒരു എന്താ പറയാ ശക്തി വ്യാപിപ്പിക്കും. ഈ ഇൻഡോ ചൈന എന്ന് പറഞ്ഞാൽ ഏത് റീജിയനാണ്? ഇൻഡോ ചൈന വിയറ്റ്നാമിന്റെ അതിന്റെ ബോർഡർ റീജിയൻസ് ആണ് ഇൻഡോ ചൈന എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡോ ചൈന വാർ എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അത് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള വാർ അല്ല, അത് വിയറ്റ്നാം വാറിന്റെ മറ്റൊരു പേരാണ് ഇൻഡോ ചൈന വാർ. അത് ജോഗ്രഫിക്കൽ ടേമാണ്. ഇന്ത്യയുടെയും ചൈനയുടെയും ജോഗ്രഫി ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഒരു യൂണിറ്റ് ആയതാണ് ഇൻഡോ ചൈന എന്ന് വിളിക്കുന്നത്. അപ്പൊ തെറ്റിപ്പോകരുത്. UPSC വന്നിട്ടുള്ള ഇൻഡോ ചൈന മീൻസ് ഇറ്റ്സ് എ ജോഗ്രഫിക്കൽ ടേം. ഇന്ത്യയും ചൈനയും അല്ല, പൊളിറ്റിക്കൽ അല്ല, ജോഗ്രഫിക്കൽ ആ സാധനം. ഈ റീജിയണിൽ ബർമയ്ക്കും ബോർഡർ ഉണ്ട്. ഇവിടെ ഫ്രാൻസ് കപ്പൽ കൊണ്ടുവന്നിട്ട് കുറെ കച്ചവടം നടത്തും. ഈ ഫ്രാൻസും ബ്രിട്ടനും ആ കാലഘട്ടത്തില് ഭയങ്കര ശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിന്റെ ഇൻഫ്ലുവൻസ് കണ്ട് പേടിച്ചിട്ട് ബ്രിട്ടൻ ബർമയെ പോയി അറ്റാക്ക് ചെയ്യും. കാര്യം ബർമ, ഇന്നത്തെ മ്യാൻമാർ, അന്ന് ഇന്ത്യയുടെ തൊട്ടപ്പുറത്ത് ഈസ്റ്റ് കിടക്കാണ്. അങ്ങനെ ആ ഒരു തമ്മിത്തലിനെയാണ് തേർഡ് ആംഗ്ലോ ബർമീസ് വാർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ബ്രിട്ടീഷുകാർ വന്ന മറ്റൊരു സില്ലി എക്സ്ക്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കാര്യം ഈ ഫ്രാൻസ് വന്നത് കൊണ്ടാണ് ബർമയെ പോയി അറ്റാക്ക് ചെയ്യുന്നത് ബ്രിട്ടന് തുറന്ന് സമ്മതിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ പറയുന്നൊരു കാര്യം, ബർമയിലുള്ള ബ്രിട്ടീഷ് സിറ്റിസൺസിനെ ബർമൻ പട്ടാളം ഉപദ്രവിക്കുന്നു എന്നുള്ള സില്ലി എക്സ്ക്യൂസ് പറഞ്ഞിട്ടാണ് ഈ പോയി പരിപാടി വെപ്പിക്കുന്നത്. അത്രയ്ക്കൊന്നും ഡിബേറ്റ് വേണ്ട. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ പേരുണ്ട്, ജനറൽ ഹാരി നോർത്ത് പെൻഡർഗാസ്റ്റ്. ഈ വ്യക്തി ആണ് ബ്രിട്ടൻ മ്യാൻമാറിലേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അവസാനം രാജാവ് ഹാരി നോർത്ത് പെൻഡർഗാസ്റ്റിന് മുമ്പിൽ കീഴടങ്ങുകയാണ്. ഇദ്ദേഹത്തിനെ ഒരു തടവുകാരനായിട്ട് മദ്രാസിലോട്ടാണ് പറഞ്ഞേക്കുന്നത്, മദ്രാസിലോട്ട്. അങ്ങനെ അവസാനം ബർമ ബ്രിട്ടീഷ് എംപയറിന്റെ ഭാഗമാവുന്ന തേർഡ് ആംഗ്ലോ ബർമീസ് വാറിലാണ്. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബർമ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഏത് വർഷമാണ് ബർമ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുന്നത്? 1885 മുതൽ ബർമയെ ഇന്ത്യയുടെ ഭാഗമാക്കിയ ബ്രിട്ടീഷുകാർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഏത് വർഷമാണ് ബർമ ഇന്ത്യ വിട്ടു പോകുന്നത്? യെസ്, രമ്യ സഞ്ജിത്ത്, വെരി ഗുഡ്, 1937. അപ്പൊ 1937 വരെ ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും, ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന എല്ലാ പോളിസീസും എല്ലാം ബർമയുടെ ഭാഗമായിരുന്നു. അപ്പൊ ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കുന്ന ചരിത്രം ഇന്ത്യയുടെയും ബർമയുടെയും ചരിത്രത്തിന്റെ ഒരു കൊളാഷ് ആണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം, ഏത് ആക്ടിന്റെ ബേസിസിലാണ് ബർമ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുന്നത്? 37 ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഏത് ആക്ട് ആയിരിക്കും? യെസ് രമ്യ, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പം ഡഫ്രിന്റെ സമയത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എസ്റ്റാബ്ലിഷ് ചെയ്തെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം. പക്ഷെ ഡഫ്രിന്റെ സമയത്താണ് ബർമ ഇന്ത്യയുടെ ഭാഗമായത് എന്നുള്ള കാര്യങ്ങൾ ഓർക്കാം. അപ്പൊ ഡഫ്രിനാണ് കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിക്കുന്നത്. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി. ഓക്കെ, കോൺഗ്രസ് മൈൻഡ് ചെയ്യണ്ട, അവര് ഒരു വെറും കണ്ണിപ്പെടാൻ പോലും ഇല്ലാത്ത ഈ ഈച്ചകളാന്ന് പറയില്ല, ഈച്ചകളാണ്. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മൈനോറിറ്റീസ് ആണ്. അതുകൊണ്ട് അവരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഡഫ്രിനാണ് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ഡഫ്രിന്റെ സമയത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് ആണ് ഐക്കിൻസൺ കമ്മീഷൻ. ഐക്കിൻസൺ കമ്മീഷൻ വളരെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ആണ് ഇന്ത്യൻ സിവിൽ സർവീസ്. അപ്പൊ 1861 മുതൽ ഇന്ത്യൻ സിവിൽ സർവീസസ് എസ്റ്റാബ്ലിഷ്ഡ്, ICS ഉണ്ട്, ഇന്ത്യക്കാർക്ക് പങ്കെടുക്കുകയും ചെയ്യാം. പക്ഷെ കുറെ പ്രശ്നങ്ങൾ അതിനകത്തുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെ ഐക്കിൻസൺ കമ്മീഷൻ അണ്ടറിലാണ് ലോർഡ് ഡഫ്രിൻ ഒരു പബ്ലിക് സർവീസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഐക്കിൻസൺ കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷനും കൂടെയാണ്. ഇവര് നടത്തുന്ന പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ഉണ്ട്. അതായത് ബാക്ക്വേർഡ് ക്ലാസസ്, അതായത് പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിംസ്, അവർക്ക് സിവിൽ സർവീസസിൽ ആവശ്യമുള്ള റെപ്രസെന്റേഷൻ ഇല്ല.
അപ്പൊ ഇന്ത്യൻ മൈനോറിറ്റീസിനെയും ബാക്ക്വേർഡ് ക്ലാസ്സിനെയും സിവിൽ സർവീസസിലേക്ക് കൊണ്ടുവരണം എന്നുള്ള പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ നടത്തുന്നതും ഐക്കൻസൺ കമ്മീഷനാണ്. ഇപ്പൊ ചാൾസ് ഐക്കൻസൺ പബ്ലിക് സർവീസ് കമ്മീഷനാണ് സിവിൽ സർവീസ് റിലേറ്റഡ് ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. സോ സിവിൽ സർവീസസ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മീഷൻസ്, മക്കോളി കമ്മീഷനെ പറ്റി നമുക്ക് ഓൾറെഡി PSC ചോദ്യം വന്നിട്ടുണ്ട്. ഏത് കമ്മീഷനാണ് സിവിൽ സർവീസസിന്റെ ചട്ടം രൂപീകരിച്ചത്? മക്കോളി കമ്മീഷൻ. മക്കോളെ ഇല്ല, ഓപ്ഷൻസ് ഐക്കൻസൺ മാത്രമേ ഉള്ളെങ്കിലോ, then this is the person. ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് 1885 മുമ്പായിട്ട് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ്. അത് കോൺഗ്രസ് വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ നിന്ന് പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതൊക്കെ, അവിടെ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്, ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക എന്നുള്ള കാര്യം നമുക്കൊന്ന് പറയാം.